നാളെ ചെയ്യാം അങ്ങനെ മാറ്റി വെച്ച് നിന്ന് റമലാനിന്റെ തലേന്ന് ദിവസം എല്ലാ പണിയും ഒരുമിച്ച് ചെയ്യേണ്ട ഒരവസ്ഥ. ചില നാട്ടിലൊക്കെ ഇതിനെ നനച്ചുകുളി എന്നാണ് വിശേഷിപ്പിക്കുക. ഏതൊരു ഫംഗ്ഷൻ വരുമ്പോഴും അതിനു മുന്നേ ഒന്ന് നമ്മളും വീടും ഒന്ന് റെഡിയാകുമല്ലോ. റമലാനിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പുതുപുത്തനാക്കുക. എന്റെ വീട്ടിലെ കാര്യമായിട്ടുള്ള പണി വസ്ത്രങ്ങളൊക്കെ മടക്കി വെക്കുക എന്നതാണ്. എന്താണെന്നറിയത്തില്ല, എത്ര മടക്കി വെച്ചാലും ഒരു 4-5 ദിവസമേ അതിന് ആയുസ് ഉണ്ടാകൂ. പിന്നെ ഇവിടെ നമ്മളെപ്പോലെ ഓടി നടക്കുന്ന എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്ന ഒരു സാധനമാണ് കൂറ. അതിനെ അകറ്റാൻ വേണ്ടി എന്ത് മരുന്ന് അടിച്ചാലും പിന്നെയും ഞാൻ എന്തായാലും ഇവിടെ തന്നെ വരും എന്ന് പറഞ്ഞ് തിരിച്ചു തന്നെ വരും. പിന്നെ വലിയൊരു പണിയായിട്ട് എനിക്ക് തോന്നുന്നതാണ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക എന്നത്. പക്ഷെ ഫ്രിഡ്ജ് ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. ഇതാ ഇവിടെയും കിടക്കുന്ന കുറേ ചത്ത കൂറകൾ, എന്താ ഇവരെ ചെയ്യാം. എന്നിരുന്നാലും എല്ലാ പണിയും രാവിലെ തന്നെ തുടങ്ങിയിന്. കാരണം വൈകുന്നേരമാകുമ്പോൾ വേറെയും പണിയുണ്ടേ. അതുകൊണ്ട് തന്നെ വേഗം തീർക്കാമെന്ന് കരുതി. വേഗം ചടപടാന്ന് പറഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തൊക്കെയല്ലോ പശ പറ്റിയതുപോലെ പറ്റീന്. അത് കുറച്ച് ടാസ്ക് ആയിരുന്നു. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക, ഡ്രസ്സൊക്കെ മടക്കി വെക്കുക, ഷെൽഫൊക്കെ നല്ല രീതിയിൽ ഒതുക്കി വെക്കുക. കിച്ചണിലും അത്യാവശ്യം പണികൾ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഇതിൽ ഷൂട്ട് ചെയ്തിട്ടില്ല. ഷൂട്ട് ചെയ്യാൻ നിന്നാൽ ഷൂട്ട് ചെയ്യൽ മാത്രമേ നടക്കൂ. അതുകൊണ്ടാണ്. ടോയ്ലറ്റ് പിന്നെ വലിയ പണി ഉണ്ടായിരുന്നില്ല. കാരണം നോർമലി എനിക്ക് ഏറ്റവും കൂടുതൽ വൃത്തി വേണ്ട പ്ലേസ് എന്ന് വെച്ചാൽ അത് ടോയ്ലറ്റ് ആണ്. അത് ഡെയിലി അത്യാവശ്യം ക്ലീൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ പണി ചെറുതായി ഒന്ന് കുറഞ്ഞിരുന്നു. ഇതൊക്കെ എടുത്തു വെക്കാൻ എന്താ ഒരു ശുഷ്കാന്തിയെ മോൻ ചെയ്തതാണ്. പക്ഷെ അതിനുശേഷം എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷമാണ് പേപ്പറൊക്കെ ഇട്ട് എനിക്ക് നല്ല പണി തന്നത്. ഫ്രൈഡേ നോർമലി ഉള്ള എൻ്റെ ഒരു റുട്ടീനാണ് സ്കിൻ കെയർ ഒന്ന് ചെയ്യുക എന്നത്. ആദ്യം തന്നെ ഒന്ന് ഫേസ് വാഷ് ഇട്ട് ഫേസ് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം നോസും ലിപ്പും ചെറുതായി ഒന്ന് സ്ക്രബ് ചെയ്യും. അതിന് യൂസ് ചെയ്യുന്നത് ഷുഗറും ഹണിയുമാണ്. അതിനുശേഷം ഒന്ന് ഫേസ് പാക്ക് ഇടും. പിന്നെ കുളിയും നനയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മോയ്സ്ചറൈസർ, ലിപ് ബാം, സൺസ്ക്രീൻ. ഈവനിങ് ചെറുതായി ഒന്ന് പണിയുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് റമദാൻ പർച്ചേസിംഗ് ആണ്. അത്യാവശ്യം നെസ്റ്റോയിൽ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. 5 ദിറംസിന് കണ്ടോ നല്ല കിടുക്കാച്ച ചെരുപ്പ്. പാർട്ടി വെയർസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ചെരുപ്പ് തന്നെ. റമദാൻ തുടങ്ങുന്നത് കൊണ്ട് തന്നെ നല്ല ജനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണിച്ചിട്ടാണ് വീട്ടിലേക്ക് വിട്ടത്. പറ്റുമെങ്കിൽ റമദാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം.